എൻ്റെ മേലെ ആ നാഗന്മാർ വരും, 2 ദിവസം വരും, ചൊവ്വാഴ്ചയും വരും, വെള്ളിയാഴ്ചയും വരും. നീ ഒരു 2 നേരം വിളക്ക് വെക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വിളക്ക് വെക്കാനും തുടങ്ങി. പിന്നെ നാഗന്മാർ അതിനെ ഇതിനെയൊക്കെ അരിച്ചു വരാൻ തുടങ്ങി. അതിനെടുത്തിട്ട് ഇവിടെ കുത്തി. ഇതിൽ കുത്തിയപ്പോൾ ഈ മണ്ണ് അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയപ്പോൾ എൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇതിൽ മൊത്തം വഴികളാണ്. എൻ്റെ ഉള്ളിൽ കൂടെ 5:30 തൊട്ടിട്ട് 6 മണി വരെ എൻ്റെ ശരീരത്തിൽ വരാറുണ്ട്. ഈ നാഗന്മാരുടെ ദോഷമുള്ളവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. ഞാൻ ഇവിടെ നമ്മുടെ മുണ്ടൂരിനും കല്ലടിക്കോടുക്കും ഇടയിലുള്ള കയറങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പൊ ഏകദേശം ഈ അമ്മച്ചി ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമ്മച്ചിയുടെ വീട്ടിൽ വേണ്ടിട്ടൊരു നാഗപ്പുറ്റിന്റെ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ടോ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 19 ലക്ഷം ആളുകളുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നപ്പോൾ ഈ അമ്മച്ചി മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മച്ചിയുടെ മോൾക്കാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാറുണ്ടോ. അപ്പൊ നമ്മള് അമ്മച്ചിയുടെ മോളുടെ ഒരു വീഡിയോ കൂടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടോ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവരോടും കൂടി ചോദിച്ചു നോക്കാം. ഇടതു ഭാഗത്ത് വയറുവേദനയായിരുന്നു. അപ്പോൾ കുറെ ആശുപത്രി പോകുമ്പോൾ അവര് നോക്കുമ്പോൾ ഒന്നും കാണില്ല. അങ്ങനെ ഒരു ചേച്ചി എൻ്റെ കൂടെ പണിയെടുക്കുന്ന ചേച്ചി ഇന്ന പോലെ കാവൽപ്പാട് എന്താ പറയുക നാഗന്മാരെ പറയണ ഒരാളുണ്ട്, അമ്പലമാണ്. അവിടെ പോയി അയാളെ എടുത്ത വായിക്ക് പറഞ്ഞു, എന്നെക്കാട്ടി വലിയ ആള് നിന്റെ വീട്ടിൽ കിടക്കുമ്പോൾ നീ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിച്ചു. അപ്പോ നിങ്ങളുടെ അവിടെ ഒരു പാലുള്ള മരം ഉണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അത് വെട്ടിയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല, അത് പാലുള്ള മരം അവിടെ ഇല്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. നിന്റെ വീട്ടിൽ പോയി നോക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്നിട്ട് ഇവിടെ നോക്കിയപ്പോൾ 2-3 തൈ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇവിടെ പാലുള്ള മരം ഞാൻ കണ്ടില്ല. പിന്നെ ഒരു ചെറിയൊരു മരത്തിന്റെ തുമ്പുണ്ടായിരുന്നു, ഞാൻ അത് പൊട്ടിച്ചത് പാലുണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, നിനക്ക് ഒരു അന്തിവിളക്ക് ഒരു ദിവസം 2 നേരം അന്തിവിളക്ക് വെക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ ആന്നും പറഞ്ഞു, നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അത് നിങ്ങളുടെ അവിടെ ഉള്ള ആളാണ്, ഈ പരിസരം മൊത്തം പുറ്റു വന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ ആയപ്പോൾ ഞാൻ വിളക്കും തിരിയൊക്കെ വെച്ചു. അയാൾ പറഞ്ഞു, ഒരു ചന്ദനമുട്ടി ഒരു പട്ടും കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇവിടെ അമ്മൻ്റെ അടുത്ത് വന്ന് ഇവിടെ പറഞ്ഞപ്പോൾ അമ്മ എന്നെ ചീത്ത പറഞ്ഞു. ശരി, അതൊന്നും വേണ്ട പറഞ്ഞ് നീ ഒരു 2 നേരം വിളക്ക് വെക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വിളക്ക് വെക്കാനും തുടങ്ങി. പിന്നെ നാഗന്മാർ ഇതിനെയൊക്കെ അരിച്ചു വരാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ പൂജയ്ക്ക് പണിക്കരുടെ പോയപ്പോൾ പൂജ വയ്ക്കാൻ പറഞ്ഞു. അയാൾ വർഷത്തിൽ ഒരു പൂജ എനിക്ക് നടത്താൻ പറ്റുമോ ചോദിച്ചു. ഞങ്ങൾ ചെറുതായിട്ട് നടത്തി. ഇപ്പൊ കുഴപ്പമില്ല, നന്നായിട്ട് നടത്തി. ഇതപ്പോൾ വ്യാഴാഴ്ച പൂജയാണ്. ചെലവുണ്ട്. ഞങ്ങൾക്ക് പെയിന്റും അതും ഇതൊക്കെ അടിക്കാനും ആൾക്കാർ ഒരുപാട് വരും. അവർക്ക് ഭക്ഷണമൊന്നുമില്ല. അവിടെ പാൽപ്പായസം വെച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഇനി ഈ പ്രാവശ്യം അതേപോലെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ മേലെ ആ നാഗന്മാർ വരും, 2 ദിവസം വരും, ചൊവ്വാഴ്ചയും വരും, വെള്ളിയാഴ്ചയും വരും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്യാറുണ്ട്. പണിക്ക് പോണ ആളുമാണ്. ഒരു 5:30-6 മണി വരെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്നവർക്കൊക്കെ വരാം. നാഗന്മാരുടെ ദോഷമുള്ളവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം, പൂജയ്ക്ക് തരാം, എല്ലാം ചെയ്യാം. ഞാൻ കൂലിപ്പണിക്ക് പോണ ആളാണ്. ഈ 2 ദിവസമാണ് എനിക്ക് ഒഴിവുള്ളൂ. ഞങ്ങൾക്ക് അത്ര പണം കൊണ്ടുള്ളൊരു ഇതൊന്നുമില്ല. ആൾക്കാരെ സഹായിച്ചാൽ ഞങ്ങൾ അമ്പലം കൂടെ കുറച്ചും കൂടെ നന്നാക്കാന്നുണ്ട്. 5 മണിക്ക് തുടങ്ങി ഒരു 6 മണി വരെ ഉണ്ടാകും. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 6:15-7 മണി വരെ ഉണ്ടാവും പൂജ കഴിക്കണത്. ഈ അമ്പലം പുതുക്കി പണിയൊന്നും നല്ല ആഗ്രഹമുണ്ട്. അത് ചെയ്യണം. പൂജയ്ക്ക് നിറയെ ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. എല്ലാവരും 16-ാം തീയതി വരിക. നാഗന്മാര് ദോഷമുള്ളവർക്കൊക്കെ വരാം. ഞാനിവിടുന്ന് മഞ്ഞപ്പൊടി കൊടുക്കും. എല്ലാവർക്കും പങ്കെടുക്കാം. നിറയെ ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. പൂജയ്ക്കൊക്കെ തരാറുണ്ട്. ഇവിടെ അടുത്തുള്ളവരും തരാറുണ്ട്, ദൂരമുള്ളവരൊക്കെ തരാറുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം. ഈ വരുന്ന വ്യാഴാഴ്ച പൂജയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പാൽപ്പായസം വെച്ച് കൊടുക്കും.